അവരെ കൈപിടിച്ചുയർന്ന് വിദ്യാഭ്യാസ രംഗത്തും സാമൂഹികമായും സാംസ്കാരികമായും അവർ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രയത്നം നടത്തുന്ന ഒരു ചെറിയ സമൂഹത്തിൻ്റെ വലിയ വിജയമായിട്ടാണ് ഞാനിത് കാണുന്നത്. ഈ മാതൃക നമ്മുടെ പെരിന്തൽമണ്ണയുടെ അഭിമാനമായി തുടരട്ടെ. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പരിമിതികളുടെ നടുവിലും സ്വപ്നങ്ങളെ ചേർത്ത് പിടിച്ച 6 കുട്ടികൾക്ക് നാടിന്റെ ആദരം. സായി സ്നേഹതീരം ട്രൈബൽ ഹോസ്റ്റലിൽ നിന്ന് SSLC പരീക്ഷ എഴുതിയ 4 പെൺകുട്ടികളും 2 ആൺകുട്ടികളും ഉന്നത വിജയം നേടിയതിനെ തുടർന്നാണ് പെരിന്തൽമണ്ണയിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വിദ്യാർത്ഥികൾക്ക് ആദരമൊരുക്കിയത്. വിജയ മഹോത്സവം പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. പരിമിതികളുടെ നടുവിലും സ്വപ്നങ്ങളെ ചേർത്ത് പിടിച്ച 6 കുട്ടികൾക്കാണ് നാട് സ്നേഹാദരമൊരുക്കിയത്. സായി സ്നേഹതീരം ട്രൈബൽ ഹോസ്റ്റലിൽ നിന്ന് SSLC പരീക്ഷ എഴുതിയ 4 പെൺകുട്ടികളും 2 ആൺകുട്ടികളും ഉന്നത വിജയം നേടിയതിനെ തുടർന്നാണ് പെരിന്തൽമണ്ണയിലെ പൊതുസമൂഹം വിജയ മഹോത്സവം സംഘടിപ്പിച്ചത്. സായി സ്നേഹതീരത്തിൽ സംഘടിപ്പിച്ച പരിപാടി പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. സായി സ്നേഹതീരം പ്രസിഡന്റ് KP രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഠനത്തിന് പുറകിൽ നിന്ന കുട്ടികളുടെ പരിശ്രമത്തെയും ഹോസ്റ്റലിന്റെ പ്രവർത്തനങ്ങളെയും ചടങ്ങിൽ പങ്കെടുത്തവർ അഭിനന്ദിച്ചു. സായി സ്നേഹതീരം രക്ഷാധികാരികളായ V ശശികുമാർ, CV സദാശിവൻ, KR രവി, നഗരസഭ വൈസ് ചെയർമാൻ MB ഫസൽ മുഹമ്മദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, വാർഡ് കൗൺസിലർമാർ, ഡോക്ടർമാർ, സാമൂഹിക പ്രവർത്തകർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ഞങ്ങളൊക്കെ ചെറുപ്പകാലത്തിൽ 10ാം ക്ലാസ് പാസ്സാകുന്നതിൽ വലിയൊരു അത്ഭുതമുള്ള കാര്യം, ഫസ്റ്റ് ക്ലാസ് കിട്ടിയെന്ന് പറഞ്ഞാൽ മഹാത്ഭുതം. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിനൊക്കെ മാറി ഇപ്പൊന്ന് വളരെ എല്ലാ സ്കൂളുകളിലും 90-99% അല്ലെങ്കിൽ 100% ഒക്കെ പാസ്സാവുന്ന കാലഘട്ടത്തിലും ഈ വിജയത്തിനൊരു പ്രത്യേക തിളക്കമുണ്ട്. അത് ഈ ഏറ്റവും നമ്മുടെ മനുഷ്യ കുലത്തിൽ തന്നെ ഏറ്റവും അടിത്തട്ടിൽ കടന്നിരുന്ന, അടിത്തട്ടിൽ ജീവിച്ചിരുന്ന, നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രകൃതിയോട് എഴുകി ചേർന്ന് ജീവിച്ചിരുന്ന ആളുകളെ നമ്മളെ എല്ലാ വിഭാഗം ജനങ്ങളും ഉയർച്ചയിലേക്കും അതുപോലെ ഉയർന്ന നിലയിലേക്കുള്ള സാംസ്കാരികവും സാമൂഹികമായ വളർച്ച ഉണ്ടാകുമ്പോൾ ഒരു വിഭാഗം മാത്രം പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന സ്ഥിതിയിൽ നിന്നും അവരെ കൈപിടിച്ചുയർത്താൻ മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകളും ഒരുപാട് പദ്ധതികളൊക്കെ നടപ്പാക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും കൃത്യമായ അതിൻ്റെ അർത്ഥത്തിലും വ്യാപ്തിയിലും അത് എത്തിക്കാൻ കഴിയാതെ നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്നും അവരെ കൈപിടിച്ചുയർന്ന് വിദ്യാഭ്യാസ രംഗത്തും സാമൂഹികമായും സാംസ്കാരികമായും അവർ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രയത്നം നടത്തുന്ന ഒരു ചെറിയ സമൂഹത്തിൻ്റെ വലിയ വിജയമായിട്ടാണ് ഞാനിത് കാണുന്നത്. ഇതൊരു വലിയ മാതൃകയാണ് ഈ സായി സ്നേഹതീരം. അതായത് ഒരു സാധാരണഗതിയിൽ ഒരു ആത്മീയ പരിവേഷമുള്ളൊരു സ്ഥാപനം പെരിന്തൽമണ്ണയിലെ എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടി യോജിപ്പിച്ച് ഒരു താജ്മഹലിനെ പോലെ ഒരു സ്മാരകം തീർത്തിരിക്കുകയാണ്. ഈ മാതൃക നമ്മുടെ പെരിന്തൽമണ്ണയുടെ അഭിമാനമായി തുടരട്ടെ. വിജയികളായ വിദ്യാർത്ഥികൾക്ക് വിവിധ സംഘടനകളുടെ വക ഉപഹാരങ്ങളും സമ്മാനങ്ങളും നൽകി ആദരിച്ചു. പരിമിതികളെ മറികടന്ന് നേടിയ ഈ വിജയം കൂടുതൽ കുട്ടികൾക്ക് പ്രചോദനമാകുന്നതായി ചടങ്ങിൽ സംസാരിച്ചവർ പറഞ്ഞു. ഇന്ന് ഇവിടെ 6 കുട്ടികൾ നല്ല രീതിയിൽ, ചെറിയ രീതിയിലല്ല നല്ല രീതിയിൽ വിജയിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞു. അവർ ഇനിയിപ്പോൾ +1 +2 ചേരേണ്ട ഇതിലാണ്. ജീവിതത്തിൻ്റെ വലിയ മേഖലയിലേക്ക് അവർ വിദ്യാഭ്യാസത്തിലൂടെയും ജീവിതത്തിൻ്റെ നല്ല സാഹചര്യത്തിലൂടെയും സായി സ്നേഹത്തിലൂടെ കടന്നു പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കുട്ടി ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ലോജിസ്റ്റിക് വിഭാഗത്തിൽ ജോലി കിട്ടുകയും ഇന്ന് അദ്ദേഹം എറണാകുളത്ത് ജോലി ചെയ്യുകയും ആണ് ചെയ്യുന്നത്. ഒട്ടനവധി കുട്ടികളുടെ ഭാവി നല്ല രീതിയിലാക്കുന്നതിന് വേണ്ടി സായി സ്നേഹതീരവും അതുപോലെ തന്നെ രവിയേട്ടനും ഉള്ള പങ്ക് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് മറക്കാൻ പറ്റാവുന്നതല്ല. സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിൽ കിടന്ന കുട്ടികൾക്ക് വേണ്ടി കുമാരൻകുട്ടി സാർ എന്ന വലിയ ഒരു മനുഷ്യൻ ആരംഭിച്ച പെരിന്തൽമണ്ണയിലെ പൊതുസമൂഹവും സത്യസായി സംഘടനാ പ്രവർത്തകരും തുടങ്ങി വെച്ച 17 വർഷം കഴിഞ്ഞ ഈ സ്ഥാപനത്തിൽ ഞങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ ഏറ്റവും താഴെക്കെട്ടിൽ നിന്നുള്ള കുട്ടികളെ ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്.
ഇന്ന് 6 കുട്ടികളാണ് 10ാം ക്ലാസ് പാസ്സായത്. നിലവിൽ സ്നേഹതീരത്തിൽ നിന്നും 7 കുട്ടികൾ ഡിഗ്രിയും 1 കുട്ടി MA കഴിഞ്ഞ് BEd പഠിക്കുന്നു. നിരവധി കുട്ടികൾ ജോലി ലഭിച്ചു പോയിട്ടുണ്ട്. കുട്ടികളെ പഠിപ്പിക്കണമെന്ന് രക്ഷിതാക്കൾക്കും പഠിക്കണമെന്ന് കുട്ടികൾക്കും ഒരു ബോധമുണ്ടാക്കുന്ന തരത്തിലേക്ക് 17 വർഷത്തെ സായി സ്നേഹത്തിൻ്റെ പ്രവർത്തനം ഒരു വൻ വിജയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഡോക്ടർമാർ, അധ്യാപകർ, സന്നദ്ധ പ്രവർത്തകർ, സാമൂഹിക പ്രവർത്തകർ തുടങ്ങി പലരും കുട്ടികൾക്ക് ഉപഹാരങ്ങളും സ്നേഹാദരങ്ങളും സമ്മാനിച്ചു. ജീവിതം പല വാതിലുകളും അടച്ചിട്ടാലും പഠനമെന്നൊരു വാതിൽ തുറന്നാൽ മുന്നിൽ വെളിച്ചമുണ്ടാകുമെന്ന് ഈ 6 കുട്ടികൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. സായി സ്നേഹതീരത്തിന്റെ ഈ വിജയമഹോത്സവം ഒരു അനുമോദന ചടങ്ങ് മാത്രമല്ല, സ്വപ്നങ്ങൾ കൈവിടാതെ പിടിച്ചു നിന്ന ചില കുഞ്ഞുങ്ങളുടെ അതിജീവനത്തിന്റെ ആഘോഷം കൂടിയായി മാറുകയായിരുന്നു. ചാനൽ ടൺ, പെരിന്തൽമണ്ണ. ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താണ്? സുഖവും സന്തോഷവും നിരാശയും ഒക്കെ നിറഞ്ഞ ഈ യാത്രയിൽ എപ്പോഴെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും അത് കലർപ്പില്ലാത്ത നമ്മളുടെ ബന്ധങ്ങളാണെന്ന്. അതെ, ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.